യുഗപ്രഭാവനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ഇ.എം.എസിന്റെ 116-ാം ജന്മദിനമാണ് ജൂൺ 13-ന്. നിരവധി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട് സഖാവിന്റെ സ്മരണ പുതുക്കുകയാണ്. ഏലംകുളത്ത് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എ. വിജയരാഘവൻ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. സാമ്പത്തികമായി ഏറെ പിന്നിലും സാമൂഹികമായി തീരെ അപരിഷ്കൃതവുമായിരുന്ന അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു പരിഷ്കൃത സമൂഹമായി മികവുറ്റ ജനതയായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇ.എം.എസിന്റെയും സംഭാവന എടുത്തു പറയേണ്ടതാണെന്ന് സഖാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഇ.എം.എസ് ജീവിച്ച കാലം എന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് വളരെയേറെ ചലനാത്മകമായ ഒരു കാലമായിരുന്നു. ഇ.എം.എസ് ജീവിച്ച കാലം ദേശീയ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു കാലമാണ്. 200 കൊല്ലത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അവസാനത്തെ 3 ദശകങ്ങൾ, ആ 3 ദശകങ്ങളിലാണ് ഇ.എം.എസ് വളർന്ന് പൊതുപ്രവർത്തകനാവുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ഒരു 3-4 ദശകകാലം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ചയുടെ വിവിധ ചലനങ്ങളോട് പ്രതിപ്രവർത്തിച്ചുകൊണ്ട് ഇ.എം.എസ് ഇവിടെ ജീവിക്കുകയുണ്ടായി. 2 സന്ദർഭങ്ങളിലും വളരെ വ്യത്യസ്തതയുള്ള രാഷ്ട്രീയ നിലപാടുകളിലൂടെയാണ് ഇ.എം.എസ് കടന്നു വന്നത്. നമ്മുടെ ഇ.എം.എസിൻ്റെ ബാല്യം അല്ലെങ്കിൽ ഇ.എം.എസിൻ്റെ യൗവനം എന്നൊക്കെ പറഞ്ഞാൽ കേരളം തിളച്ചു മറിഞ്ഞ ഒരു കാലമാണ്. അത് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കാലമാണ്. സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ നാൾവഴികളെ പരിശോധിക്കുന്ന ഒരാൾക്ക് ഇന്നും അന്നും തമ്മിലുള്ള വലിയ വ്യത്യാസം അത് ചിന്തിക്കാനാവില്ല. നമുക്കിത് ഓർത്തെടുക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. എന്തുകൊണ്ടെന്നാൽ അന്ന് നമ്മുടെ സമൂഹം ഏറ്റവും പിന്നിൽ കിടന്ന സമൂഹമായിരുന്നു. ഏറ്റവും പിന്നിൽ കിടന്ന സമൂഹം, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം കിടന്ന സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം കിടന്ന സമൂഹം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം കിടന്ന സമൂഹം കേരളമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ തെളിവെന്താ? ഒരു തെളിവില്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു സാമ്പത്തിക ഭാഗം ഉണ്ടാവും, പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു സാംസ്കാരിക ഭാഗം ഉണ്ടാവും. കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ സാമ്പത്തിക ഭാഗം എന്താ? ഏറ്റവും ചെറിയ വരുമാനമുള്ള ജനതയായിരുന്നു കേരളം. ഉൽപാദന ശക്തികളുടെ ബന്ധങ്ങളുമായി പരിശോധിച്ചാൽ, വളർച്ചയുമായി പരിശോധിച്ചാൽ, ഉൽപാദന ഉപകരണങ്ങളുടെ വളർച്ചയുമായി പരിശോധിച്ചാൽ കേരളം ഏറ്റവും പിന്നിൽ കിടക്കുകയാണ്. കാർഷികമായിട്ട് നമ്മൾ ഏറ്റവും പിന്നിലാണ്. വ്യാവസായികമായിട്ട് ചിന്തിക്കുക വേണ്ട. ജനങ്ങളുടെ ജീവിത നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമ്മൾ ഏറ്റവും പിറകിലാണ്. അതിദരിദ്രർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ അതിസമ്പന്നനായ നമ്പൂതിരി പോലും വലിയ സ്വർണ്ണാഭരണമൊന്നും ധരിക്കുന്നില്ല. ടിപ്പ് വരുന്നത് വരെ ഒരാൾ ഈ നാട്ടിൽ കൂടി വന്നിട്ടില്ല മോഷ്ടിക്കാൻ വേണ്ടി പോലും. എന്താ പറയുക, സമ്പത്ത് കുറഞ്ഞിടത്തേക്ക് എന്തിനാ അക്രമികൾ വരേണ്ട കാര്യം? സമ്പത്തിന്റെ ഉൽപാദനത്തിൽ താഴെ കിടക്കുകയാണ് കേരളം. ഫ്യൂഡൽ ബന്ധങ്ങൾ മനുഷ്യന്റെ അധ്വാന ശേഷിയെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. മണ്ണില്ലെങ്കിൽ അധ്വാനം ഉണ്ടാവുമോ? അധ്വാനിക്കാഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവുമോ? സമ്പത്ത് തന്നാലേ ഉണ്ടാവില്ല. സമ്പത്ത് അധ്വാനത്തിൻ്റെ ഉൽപ്പന്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
അധ്വാനശേഷി വിനിയോഗിക്കപ്പെടുന്നില്ല. മനുഷ്യബന്ധങ്ങളിലെ സാംസ്കാരിക തകർച്ചയോ ഏറ്റവും വലിയ ജാതി സമ്പ്രദായമാണ്. ഏറ്റവും വലിയ ജാതി സമ്പ്രദായം ഉണ്ടായാൽ പരസ്പരം തൊടാൻ പറ്റുമോ? ഇല്ല, തൊടാനേ പറ്റില്ലല്ലോ. എല്ലാവരും അകലെ അകലെ നിന്ന് പോകുന്ന ഒരു സമൂഹത്തിൽ, പരസ്പരം ബന്ധപ്പെടാത്തൊരു സമൂഹത്തിൽ എങ്ങനെയാ വളർച്ച ഉണ്ടാവുക? സാമ്പത്തിക വളർച്ചയ്ക്കും തടസ്സമാണത്. സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സാ. വെള്ളക്കാരൻ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താ? വെള്ളക്കാരെന്ന് മനസ്സിലായി, ഈ സംഗതി നിലനിൽക്കുന്നിടത്തോളം കാലം വെള്ളക്കാരൻ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതിൽ പരിമിതി ഉണ്ടാവും. അതുകൊണ്ടാണ് വെള്ളക്കാരൻ അവരുടെ സ്കൂളിൽ എല്ലാവരും ചേർത്തത്. അതുകൊണ്ടാണ് വെള്ളക്കാരൻ അവരുടെ പണിശാലകളിൽ എല്ലാവർക്കും പണി കൊടുത്തത്. ജാതീയതയ്ക്ക് അവിടെ ഒരു സ്ഥാനവും വെള്ളക്കാരൻ കൊടുത്തില്ല. പട്ടികജാതിക്കാരനൊക്കെ തൊഴിലാളിയായി പട്ടണങ്ങളിലെത്തി. കൂലിപ്പണിക്കാരുണ്ടായി. കൂലിപ്പണിക്കാരുണ്ടായത് എങ്ങനെയാ? അസ്പൃശ്യനായ പട്ടികവർഗക്കാരൻ, കോൾ എന്ന് പറയുന്ന പട്ടികവർഗക്കാരനെ കൂട്ടം കൂട്ടമായി ബോംബെയിലെ പണിശാലകളിലേക്ക് കൊണ്ടുവന്ന് അവരവിടെ പണിക്കാരായി. അപ്പോഴാണ് ഈ കൂലിപ്പണി പറഞ്ഞ സാധനം ഉണ്ടായത്. നമ്മുടെ ആൾക്കാർ പറയല്ലോ എന്താ പണി? കൂലിപ്പണിയാണ്. ഈ കൂലി എന്നുള്ള വാക്ക് കോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക പട്ടികവർഗത്തിൻ്റെ പേരാ ഇന്ന് ഒറിജിനേറ്റ് ചെയ്താ, അതിനുണ്ടായി വന്നാ. അവർ തൊഴിലാളികളായി മാറിയപ്പോഴാണ്, അവർ ദിവസക്കൂലിക്കാരായി മാറി. ആദ്യമായിട്ട് പട്ടികജാതിക്കാരൻ തൊഴിൽ മേഖലയിലേക്ക് വന്നു. വെള്ളക്കാരൻ അതിന് മുൻകൈ എടുത്തു. പട്ടികജാതിക്കാരന് വിദ്യാഭ്യാസം കിട്ടി, വെള്ളക്കാരൻ അതിന് മുൻകൈ എടുത്തു. പട്ടികജാതിക്കാരൻ നീതി വ്യവസ്ഥയുടെ മുന്നിൽ ഇവിടുത്തെ സമ്പന്നനെ പോലെ തന്നെയായി. ഒരു നീതി ന്യായ ഘടന ഇന്ത്യയിൽ രൂപപ്പെട്ടു. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടായി, ഇന്ത്യൻ സിവിൽ നിയമങ്ങളുണ്ടായി. എല്ലാവരെയും ബാധിക്കുന്ന നിയമങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലത്. സമൂഹം മാറിക്കൊണ്ടിരുന്നു. വിപ്ലവകരമായ മാറ്റം സമൂഹത്തിൽ ഉൽപ്പാദന മേഖലയിലുണ്ടായി. വ്യവസായശാലകളുണ്ടായി. മുതലാളിത്തം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അപ്പം മുതലാളിത്തം ശക്തിപ്പെടാൻ തുടങ്ങുമ്പോൾ ഫ്യൂഡൽ ശക്തികൾക്കെതിരായ പൊതുബോധവും വരും. ആ മാറ്റമാണ് നവോത്ഥാനമാവുക. മുതലാളിത്തം ഫ്യൂഡൽ സമൂഹത്തിൽ പ്രവർത്തന നിരതമാകുമ്പോൾ പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റം രൂപപ്പെടും. ആ മാറ്റം കേരളത്തിൽ രൂപപ്പെട്ടത് എങ്ങനെയാ? 1924 വൈക്കം സത്യാഗ്രഹം അതിൻ്റെ ഭാഗമാണ്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അമ്പലത്തിൽ കയറാൻ മാത്രമല്ല, അമ്പലത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പോലും പറ്റില്ല. അമ്പലത്തിൻ്റെ മുന്നിലൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി എന്താ? മുതലാളിത്തം കെട്ടിപ്പടുക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. മുതലാളിത്ത കൃഷി സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചു. മുതലാളിത്ത കൃഷി സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ വലിയ കൃഷിഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് താണജാതിക്കാരും കൃഷി ചെയ്യാൻ തുടങ്ങി. അവർ കച്ചവടത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിത്ത കൃഷിക്കാരനും കച്ചവടക്കാരനും ഒരു പിന്നോക്ക ജാതിക്കാരനായിട്ട് മാറി. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ആൾ ഒരു പിന്നോക്ക സമുദായക്കാരനാവുകയാണ്. തിരുവിതാംകൂറിൽ വ്യക്തി എന്നുള്ള നിലയിൽ കാർ വാങ്ങുന്ന ആൾ ഒരു പിന്നോക്ക സമുദായക്കാരനാവുകയാണ്. ആ കാർ ഡ്രൈവർക്ക് അമ്പലത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോകാം. ആ ഈഴവൻ്റെ ഡ്രൈവർ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി നടക്കും. എന്നാൽ ഉടമയായ ഈഴവന് കാറിൽ നിന്ന് ഇറങ്ങി വേണം നടക്കാൻ. അതിൻ്റെ മുന്നിലൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ സഞ്ചരിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കാണാം അതിലൊരു പ്രതിസന്ധി നമുക്ക് വൈരുദ്ധ്യം കാണാൻ കഴിയും. ദിവാരം ഇപ്പോൾ വൈരുദ്ധ്യത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ആ വൈരുദ്ധ്യം സാമ്പത്തികമായി മെച്ചം നിൽക്കുന്ന പിന്നോക്കക്കാരൻ്റെ ഡ്രൈവർ ജാതീയമായി മുന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ജാതീയ മുന്നോക്കാവസ്ഥയ്ക്ക് പരിഗണന കിട്ടുന്നുള്ളതാണ്. അതൊരു സാംസ്കാരിക വൈരുദ്ധ്യം രൂപപ്പെടുത്തുന്നുണ്ട്. അയിത്തത്തിനെതിരായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതിയിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നുണ്ട്. അത് അയിത്തവും അതുപോലെ അന്ധവിശ്വാസങ്ങളും ഉൽപ്പാദന മേഖലയിൽ ഉണ്ടാക്കുന്ന തടസ്സത്തെക്കുറിച്ചുള്ള ബോധനിർമ്മിതിയുണ്ട്. എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സ്വാഭാവികമായും 1924 വൈക്കം സത്യാഗ്രഹം ഉണ്ടായി.
1931-32 ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടായി. പിന്നീട് പാലിയത്ത് സമരം നടന്നു. ഒരുപാട് അത്തരം സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. ദേവാലയങ്ങളിൽ എല്ലാവർക്കും തുല്യ പ്രവേശനം കിട്ടണമെന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വലിയ പ്രക്ഷോഭങ്ങളല്ലേ. ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ കഴിയും, അമ്പലത്തിൽ പോയി തൊഴാൻ സമരം ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും സമരം ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോണത്? ഇപ്പം എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്. പണ്ട് പൂജ എന്നൊക്കെ പറഞ്ഞാൽ പാവങ്ങൾക്ക് പൂജിക്കാൻ പറ്റുമോ? പട്ടികാധികാരൻ്റെ പൂജിക്കാൻ പറ്റുമോ? ഇല്ല. തീയന് പൂജിക്കാൻ പറ്റുമോ? അമ്പലത്തിൽ പോയിട്ടൊരു പൂജ നടത്തണം. തീയൻ അമ്പലത്തിൽ കയറ്റുന്നില്ല, പട്ടികാധികാരനെ അമ്പലത്തിൽ കയറ്റുന്നില്ല. പിന്നെന്താ ചെയ്യുക? അപ്പൊ ദൈവങ്ങൾക്കിടയിൽ തന്നെ സവർണനും അവർണനും ഉണ്ടാവും. അപ്പോൾ സവർണ ദൈവങ്ങൾ, അവർണ ദൈവങ്ങൾ. സവർണ ദൈവമാരാ? ഗുരുവായൂരപ്പൻ, ഏറ്റുമാനൂരപ്പൻ, പിന്നെ അങ്ങനത്തെ അപ്പന്മാരൊക്കെ സവർണ ദൈവങ്ങളാണ്. കരിങ്കുട്ടി, കുട്ടിച്ചാത്തൻ, ഒറ്റമുലച്ചി എന്നൊക്കെ പറയുന്ന ദൈവങ്ങളെല്ലാം ആരാ? അവർണ ദൈവങ്ങളാ. ഒറ്റമുലച്ചി ചിലപ്പോൾ പേടിക്കൊന്നും വേണ്ടട്ടാ, അത് നമ്മളെ കൊടുങ്ങല്ലൂർ അമ്മയാ. മനസ്സിലായില്ലേ? ദൈവത്തിന് നമ്മളെന്താ പേര് വിളിക്കുന്നത്? കുറുമ്പ. കുറുമ്പാന്നാ വിളിക്കുന്നത് ദൈവത്തെ. എടി എന്നാ വിളിക്കുന്നത് ദൈവത്തെ. മനസ്സിലായോ? എടി കുറുമ്പേ എന്ന് വിളിക്കുമ്പോൾ ആരാ എടി കുറുമ്പ? കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്. അത് പട്ടികാധികാരം വിളിക്കുമ്പോൾ ബെറുങ്കാളിയാ. മറ്റൊരു കുറച്ചും നന്നാക്കി വിളിക്കും. ഭദ്ര എന്ന് കൂട്ടിച്ചേർക്കാം, ദേവി എന്ന് കൂട്ടിച്ചേർക്കാം, സവർണ പേരിടുമ്പോൾ. അപ്പോൾ എല്ലാം ജാതീയമായ വേർതിരിവിലാണ്. ഇന്നങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇന്നങ്ങനെ ഉണ്ടോ? ഇന്നങ്ങനെ ഇല്ല. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. താനെ തുറക്കുന്നതല്ല ആ വാതിലുകളൊന്നും, താനെ തുറന്നതുമല്ല. കുറച്ചും കൂടി കടുപ്പം കൂട്ടി പറഞ്ഞാൽ ചവിട്ടി തുറന്നതാണ്. ചവിട്ടി തുറന്നാണ് ശരിക്കും നോക്കിയാൽ. ചവിട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ. തല്ലുണ്ടല്ലോ, സമരം ഉണ്ടല്ലോ. ഗുരുവായൂർ അമ്പലത്തിൽ സമരം ചെയ്തിട്ടല്ലേ അങ്ങോട്ട് കയറുന്നത്. എന്തേ സമരോത്സുകമായൊരു മനോഭാവം ഉണ്ടായത്? സമരം ചെയ്ത് അമ്പലം തുറക്കണമെന്നുള്ള പൊതുബോധം ഉണ്ടായത്. നവോത്ഥാനം സൃഷ്ടിക്കുന്ന പൊതുബോധമാണത്. നവോത്ഥാനം സൃഷ്ടിക്കുന്ന പൊതുബോധത്തെ അമ്പലം തുറക്കുന്നതിൽ അവസാനിപ്പിക്കാം. നവോത്ഥാനം സൃഷ്ടിക്കുന്ന പൊതുബോധത്തെ അതിനുമപ്പുറത്തുള്ള സാമൂഹ്യ തുല്യതയുടെ പൊതുബോധമാക്കി വളർത്തിയെടുക്കാം. അതാണ് സാമൂഹ്യ തുല്യതയുടെ. അമ്പലത്തിന്റെ മുന്നിൽ മാത്രമല്ല, ജീവിതത്തിലും തുല്യത എന്ന് പറയുന്ന ഒരു പൊതുബോധമുണ്ട്. ദൈവത്തിന്റെ മുന്നിൽ നമ്മളെല്ലാം തുല്യരായിരിക്കുന്നു. കാരണം എല്ലാവർക്കും കയറാൻ പ്രാർത്ഥിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ നമ്മളെല്ലാവരും തുല്യരായോ? സാമൂഹ്യ തുല്യത എങ്ങനെ ഉണ്ടാവുക? സാമ്പത്തിക തുല്യത ഉണ്ടാകുമ്പോഴാണ്. എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാകുമ്പോഴാണ്. പ്രാഥമിക ജീവിതാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ്. ഭൂമിയും പാർപ്പിടവും വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും പ്രാഥമികമായ ജീവിത സൗകര്യങ്ങളാകെയും എല്ലാവർക്കും സാമൂഹ്യ തുല്യതയോടുകൂടി എല്ലാവർക്കും തുല്യമായ അവസരത്തിൽ അത് ലഭ്യമാവുന്നിടത്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ തുല്യമായ ജീവിതാവസരങ്ങൾ രൂപപ്പെട്ടു വരിക. അതിൻ്റെ പൊതുവായിട്ട് നമ്മൾ സാമൂഹ്യ തുല്യത എന്നാണ് പറയുക. ആ സാമൂഹ്യ തുല്യത ഉണ്ടാവുക. മറ്റത് ആരാധന സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ, ബസ് കയറുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന തുല്യതയ്ക്കപ്പുറത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ അവൻ വ്യാപരിക്കുമ്പോൾ അവിടെയെല്ലാം ആ ജീവിത സൗകര്യങ്ങൾ തുല്യമായി ലഭ്യമാകുന്ന തരത്തിലേക്ക് സാമൂഹ്യ തുല്യതയുടെ ജീവിതാവസരങ്ങൾ സൃഷ്ടിക്കുക. ആ സമരമാണ് നമ്മുടെ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തുന്നത്. EMS കാലത്തിൻ്റെ പ്രത്യേകത, അവർ ഈ രണ്ട് സമരത്തിനും ശക്തമായിട്ട് പങ്കെടുത്തു. കുറേ ആളുകൾ സമരത്തേക്ക് വന്നു, സമരത്തിൽ വന്നു. അവർ അമ്പലമൊക്കെ കിട്ടിയോടുകൂടി അവരെ നിർത്തിപ്പോയി. അമ്പലപ്രാർത്ഥനയോടുകൂടി അവരെ സമരം അവസാനിച്ചു. ദീക്ഷണാശാലികൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചു. അന്നത്തെ കാലത്ത് ദേവാലയ പ്രവേശനത്തിന് വേണ്ടിയുള്ള സമരം നടക്കുന്ന കാലത്ത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ്. കാരണം എന്താ? എല്ലാ സമുദായത്തിനകത്തും ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു കിടക്കുകയായിരുന്നു.
അനാചാരങ്ങൾ ഏറ്റവും പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെയും പിന്നോക്കക്കാരൻ്റെയും വീടുകളിലും ചിന്തയിലും മാത്രമല്ല നിലനിന്നത്. അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും ഉന്നത വിഭാഗത്തെ പരിശോധിക്കുന്നത് ജാതീയ ശ്രേണിയിലെ ഔന്നത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ നിലയിൽ നോക്കിയാൽ ജാതീയ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന മേഖലയിൽ നിൽക്കുന്ന നമ്പൂതിരി സമുദായത്തിനകത്തും വലിയ അനാചാരം നിലനിന്നു. സമൂഹത്തിലെ ഒരു മേധാവിയാ നമ്പൂതിരിയുടെ സമൂഹ. അപ്പൊ നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തിന്റെ രൂപഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടായി. മുതലാളിത്തം കേരളത്തിൽ ശക്തിപ്പെട്ടപ്പോൾ, ഇന്ത്യയിൽ ശക്തിപ്പെട്ടപ്പോൾ ഈ ആരാധന അയിത്തം അന്ധവിശ്വാസങ്ങൾക്കെതിരായ സമരത്തിൽ ഇങ്ങനെ ശക്തിപ്പെട്ട് വരാൻ തുടങ്ങിയല്ലോ. അത് സ്വന്തം സമുദായത്തിനകത്തേക്കും കണ്ടുപിടിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഹിന്ദു സമുദായത്തിലെ വിഭിന്ന വിഭാഗങ്ങൾ ആ സമുദായത്തിനകത്തുള്ള അനാചാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. പൊതു ഹിന്ദു സമുദായത്തിനകത്തു നിന്ന് ജാതീയതയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും ചർച്ചയ്ക്ക് വിധേയമായി. എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ഉണ്ടായ ഒരു പ്രത്യേകത, പൊതുവെ സമൂഹത്തിൽ നിലനിന്ന തെറ്റുകൾക്കെതിരായി, അയിത്തത്തിനെതിരായി, ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരായി, മതപരമായ ആ ജാതീയ വൈവിധ്യങ്ങൾക്കെതിരായി അതുണ്ടാക്കിയ പ്രതിലോമ ഉൽപ്പന്നമായ അയിത്തത്തിനെതിരായ, തൊടലിനെതിരായ, തീണ്ടലിനെതിരായ ഒരു പൊതുബോധ നിർമ്മിതി രൂപപ്പെട്ടു. അതോടൊപ്പം ഓരോ സമുദായത്തിനകത്തും ആ സമുദായത്തിനകത്തെ പരിമിതികൾക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ കേരളത്തിലുണ്ടായ ഒരു വർഗപരമായ പരിശോധനയിൽ കാണുന്നൊരു ഘടകം എന്താ? ബ്രിട്ടീഷ് വിദ്യാഭ്യാസ ക്രമം വരുന്നു, 1-2 ലോകമഹായുദ്ധങ്ങൾ വരുന്നു. ഈ പ്രത്യേകിച്ച് 1-ാം ലോകമഹായുദ്ധം അതുവരെ ഉണ്ടായിരുന്ന ക്രമങ്ങളെ ആകെ മാറ്റുന്നു. മനുഷ്യ സഞ്ചാരത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. കുറേ ചെറുപ്പക്കാർ പട്ടാളത്തിൽ ചേരാണ് 1-2 ലോകമഹായുദ്ധക്കാലത്ത്. അവർ ലോകം മുഴുവൻ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്നു. യുദ്ധം സൃഷ്ടിച്ച വെറുതികളുടെ ഒരു യുദ്ധം വന്നാൽ ഇപ്പം നമ്മൾ TV കാണുന്ന യുദ്ധമല്ല, ജീവിതത്തിൽ കാണുക. യുദ്ധം ജീവിതത്തെ തകർക്കും. തൊഴിലുണ്ടാവില്ല, ഉൽപ്പാദനം ഉണ്ടാവില്ല, നാട് നശിച്ചുമില്ല. ഇപ്പോൾ ഗസ അവിടെ നമ്മുടെ ഇസ്രായേലിൽ പലസ്തീനെതിരായിട്ട് ഇസ്രായേൽ യുദ്ധം നടത്തുമ്പോൾ ഇപ്പോൾ ആ ഭൂമി, ആ നാട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൃഷി ചെയ്യാൻ പറ്റുമോ? വ്യവസായം കൊണ്ടുണ്ടാക്കാൻ പറ്റുമോ? അവിടെ നീ കൃഷി ചെയ്യാൻ പറ്റില്ല, അത്രയധികം ബോംബ് വർഷിച്ചിരിക്കുക. അവിടുത്തെ ഈ ബോംബിട്ട് തകർത്ത പ്രദേശത്ത് ഉള്ള നാശനഷ്ടത്തിൻ്റെ അവശിഷ്ടങ്ങളെ എടുത്തു കളയാൻ പറ്റുമോ? അതെടുത്തു കളഞ്ഞ് അവിടെ കൃഷിഭൂമി ഉണ്ടാക്കാൻ പറ്റുമോ? വ്യവസായശാലകൾ ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് എളുപ്പപ്പണി ഇപ്പോൾ ട്രംപ് പറഞ്ഞത്, വെറുതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവരൊക്കെ ഒഴിഞ്ഞു പോവുക, ഞങ്ങൾ ആ നാശാവശിഷ്ടങ്ങൾ എടുത്ത് കളയുക, എന്നിട്ട് ആ കടൽ തീരത്തെല്ലാം നല്ല 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുക, ഞങ്ങളൊക്കെ പോയി അവിടെ ഹോട്ടലിൽ താമസിച്ച് കടലൊക്കെ കണ്ട് കള്ളും കുടിച്ച് താമസിച്ചോളാം, ഇവരെവിടേക്കെങ്കിലും പോട്ടെ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. കാരണം അതിനെ ഇനി ഒരു പരിഷ്കൃത ഭൂമിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് അത്രത്തോളം അസംഭാവ്യവും വളരെ പ്രയാസകരവുമായ ഒരവസ്ഥയാണ്. ഒരു യുദ്ധം ഉണ്ടാക്കുന്നത് എത്രയോ മനുഷ്യൻ ആഹ്ലാദിച്ച് ജീവിച്ച, പരസ്പരം എത്രയോ വലിയൊരു സംസ്കാരത്തെ ഉയർത്തിയ, അവരുടെ അനേക തലമുറകൾ ജീവിച്ച, അവരുടെ എല്ലാ ഊർവര സ്വപ്നങ്ങളിലും അവർ ഇഷ്ടപ്പെട്ട ആ നാട്, നല്ല പ്രദേശം ബോംബിട്ട് തകർത്ത് മണ്ണ് കിടക്കുകയാണ്. അതാണ് യുദ്ധം. ആർക്കും തൊഴിലുണ്ടാവില്ല. ആരെങ്കിലും കൊണ്ടുവരുന്ന ഭക്ഷണം ഒരു നേരം കിട്ടിയാലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്നവനെ ഭക്ഷണം പാത്രം മുന്നിൽ വയ്ക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുകയാണ്. മനുഷ്യ സംസ്കാര ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ അധാർമികതയുടെ ഏറ്റവും ഉയർന്ന രൂപം നമ്മൾ ആ യുദ്ധഭൂമിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറാവുന്നതാണ് ലോകമഹായുദ്ധങ്ങൾ. മനുഷ്യൻ്റെ സാംസ്കാരിക തകർച്ചയാണ് യുദ്ധം എന്ന് പറയുന്നത്. അതിൽ നെൽമയുടെ കണികയില്ല. അറിയാത്ത ആളെ വെടിവെച്ച് കൊല്ലുകയാണ്. മനുഷ്യർ തമ്മിൽ പരസ്പരം വെടിവെച്ച് മരിക്കുകയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന് എല്ലാ കാലത്തും പറയുന്നത്. മറ്റുള്ള ഒരു യുദ്ധം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആഹ്ലാദിക്കാറില്ല. യുദ്ധം TV യിൽ കാണുമ്പോൾ അത് എന്തോ സിനിമ കാണുന്നത് പോലെ കണ്ടുരസിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശൈലിയല്ല.
യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവന് ഒരു കുടുംബമുണ്ടെന്നും ആ യുദ്ധം സമൂഹത്തെ ദാരിദ്ര്യത്തിലേക്ക് കൂടുതൽ തള്ളിവിടുമെന്നും യുദ്ധാനന്തരമുള്ള കാലം വറുതിയുടേതാകുമെന്നും തിരിച്ചറിയാനുള്ള പൊതുബോധം കമ്മ്യൂണിസ്റ്റുകാർക്ക്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും സമൂഹത്തിലെ മനുഷ്യർ തമ്മിലുള്ള ഭിന്നിപ്പായാലും അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റുകാർ. എല്ലാവരെയും ഒരുമിപ്പിക്കുക, സമാധാനത്തെ സംരക്ഷിക്കുക, ആ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. പക്ഷേ ലോകമഹായുദ്ധം ലോകം പിടിച്ചെടുക്കാൻ വേണ്ടി മുതലാളിത്ത ശക്തികൾ നടത്തുന്നതാണ്. ഓക്കെ, മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് മഹായുദ്ധങ്ങൾ, മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധവും. രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ യുദ്ധത്തിൻ്റെയും പിന്നിൽ സാമ്രാജ്യത്വത്തിൻ്റെ കഴുകൻ കണ്ണുകളും ഭീകരമായ ചൂഷണാസക്തിയുമാണ്, മേധാവിത്വത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ്, ലോകം വെട്ടിപ്പിടിക്കാൻ കോർപ്പറേറ്റുകൾ നടത്തുന്ന അതിക്രമത്തിൻ്റെ ഉൽപ്പന്നമാണ്. അങ്ങനത്തെ യുദ്ധങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ നേരിടുന്നത്. ഞാൻ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോവുകയില്ല, ഒറ്റ വാചകത്തിൽ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താ? കൃഷി ചെയ്യുക എന്നുള്ളത് കോർപ്പറേറ്റുകൾക്ക് ഏറ്റവും ചെയ്താൽ കോർപ്പറേറ്റുകൾ കൃഷി ചെയ്യും, ലാഭം കുറവായിരിക്കും. കോർപ്പറേറ്റുകൾ ബസ് ഓടിക്കും, ലാഭം കുറവായിരിക്കും. കോർപ്പറേറ്റുകൾ വിമാനം ഓടിക്കും, ലാഭം ഉണ്ടാവും, കുറവായിരിക്കും. ആപേക്ഷികമായൊരു പരിശോധനയിൽ കോർപ്പറേറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുന്ന സാധനം എന്താ? തോക്ക് നിർമ്മാണമാണ്, യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണമാണ്, ബോംബിൻ്റെ നിർമ്മാണമാണ്. അതാണ് ഏറ്റവും. ഡ്രോൺ ഉണ്ടാക്കുമ്പോഴാണ് അത് ഏറ്റവും ലാഭമുള്ള കച്ചവടമാണ്. ഈയിടെ ഞാനിപ്പോൾ അടുത്ത് വായിച്ചു, ഇപ്പോൾ ഡ്രോണ് അസംബിൾ ചെയ്യുക. ഇപ്പോൾ അവിടെ ആ ഉക്രൈനിൽ യുദ്ധം നടക്കുമ്പോൾ പട്ടിണി നടക്കുന്ന മനുഷ്യന് അമേരിക്ക അയച്ചു കൊടുക്കുക, അരിയാവില്ല, മരുന്നാവില്ല. ആ യുദ്ധഭൂമിയിലേക്ക് അമേരിക്ക അയക്കുന്നത് ഡ്രോണാണ്. കഷ്ണമായ ഡ്രോണുകൾ അയച്ചു കൊടുക്കുകയാണ്. അത് അസംബിൾ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ചിത്രം വരയ്ക്കുന്നവനെയും പാട്ടുപാടുന്നവനെയും ഡാൻസ് ചെയ്യുന്നവനെയും എഴുത്തുകാരനെയും അവരിപ്പോൾ നിർബന്ധിക്കുന്നത് ഡ്രോൺ ഉണ്ടാക്കാനാണ്. ഡ്രോൺ അസംബിൾ ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുക. എല്ലാവരും ഡ്രോൺ അസംബിൾ ചെയ്യാൻ. ആ ഡ്രോൺ എന്ന് പറയുന്ന യുദ്ധോപകരണം അസംബിൾ ചെയ്ത് റഷ്യയുമായി യുദ്ധം ചെയ്യാൻ, അതിനാണ് എല്ലാ മനുഷ്യനെയും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ ലാഭം ആർക്കാ? ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക്, അതിനാണ് ഏറ്റവും ലാഭം. അപ്പോൾ നമ്മുടെ വലിയ മുതലാളിമാർ, വലിയ കോർപ്പറേറ്റ് മുതലാളിമാർ, അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രീസ് കോംപ്ലക്സിൻ്റെ ഉടമസ്ഥന്മാർ, അവരെന്താ ചെയ്യുക? അവരേറ്റവും ലാഭം ഉണ്ടാക്കുന്ന ആയുധമായ ബോംബുണ്ടാക്കുകയാണ്. അപ്പോൾ വലിയ ലാഭം ഉണ്ടാക്കും, അത് വിൽക്കുകയാണ്. ബോംബുണ്ടാക്കി വിറ്റാൽ യുദ്ധം വേണ്ടേ? ബോംബുണ്ടാക്കി വിറ്റ് ലാഭം ഉണ്ടാക്കുന്നിടത്തോളം കാലം യുദ്ധം ഉണ്ടാവുക തന്നെയും. ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ വേറൊരു യുദ്ധം ജനിക്കും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്തുണ്ടായ യുദ്ധങ്ങളുടെ ഒരു പട്ടിക നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു യുദ്ധവും ആ രാജ്യം ആഗ്രഹിച്ചതല്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ സദ്ദാം ഹുസൈൻ അത് ആഗ്രഹിച്ചിട്ടില്ല, ഗദാഫി ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. അവരെല്ലാം സമാധാനത്തിന് വേണ്ടിയാണ് വന്നത്. എന്ത് സമാധാനമാകാമെന്നാണ് സദ്ദാം ഹുസൈൻ പറഞ്ഞത്, അതിനെയാണ് ഗദ്ദാഫിയും പറഞ്ഞത്. അതാണ് ഓരോ രാജ്യത്തുമുള്ള ഭരണാധികാരികൾ അമേരിക്കൻ സാമ്രാജ്യത്തോട് പറഞ്ഞത്, ഒരു യുദ്ധം വേണ്ട എന്നാണ്. പക്ഷെ അമേരിക്ക എപ്പോഴും യുദ്ധം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും. യുദ്ധം അടിച്ചേൽപ്പിക്കുമ്പോൾ ആ രാജ്യം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. അമേരിക്കയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ ഓരോ യുദ്ധത്തിലും പുതിയ ആധുനിക ആയുധങ്ങൾ പ്രദർശിപ്പിക്കും. ലോകത്തെ പരസ്പരം ശത്രുതയിലാക്കിക്കൊണ്ട് വിവിധ രാജ്യങ്ങൾ ഓരോ യുദ്ധത്തിൻ്റെയും അവസാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഏറ്റവും നവീനമായ ആയുധങ്ങൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ നിർബന്ധിതമാകും. അങ്ങനെയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലാഭക്കച്ചവടമാണ് കോർപ്പറേറ്റ് മുതലാളിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ നിലവില്ലാത്ത ഒരു കാലത്ത് യുദ്ധത്തിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും യുദ്ധം ചെയ്ത കാലം അത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ഇതേ കാലം. അപ്പോൾ അതുണ്ടായ തകർച്ചകളുണ്ട്. ആ തകർച്ചയിൽ നിന്ന് മനുഷ്യൻ കുറേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. എല്ലാവരും അധ്വാനിച്ചാലേ നിലനിൽക്കാൻ കഴിയുമെന്നുള്ള സ്ഥിതി വന്നു. മുതലാളിത്തത്തിൻ്റെ അന്നത്തെ രൂപങ്ങൾ ജാതീയതയെ മതിൽക്കെട്ട് പൊളിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം സാമ്പത്തികമായി സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഓരോ സമുദായങ്ങളിൽ ചെയ്ത അന്ന് വരെ രൂപം നിന്ന ഫ്യൂഡൽ സമുദായത്തിന് മാറ്റം വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം എന്താ? ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ ആ ആധുനിക വിദ്യാഭ്യാസത്തിൽ ആരെത്തുന്നുവോ അവർ മുന്നിച്ചാടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതുവരെ ജാതീയ ശ്രേണിയിലെ ബ്രാഹ്മണനായിരുന്നു, നമ്പൂരിയായിരുന്നു ഏറ്റവും മേലെ നിന്നിരുന്നെങ്കിൽ സാമ്പത്തിക മേഖലയിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് നമ്പൂതിരിക്കുണ്ടാക്കിയ പിന്നോക്കാവസ്ഥ, സാമൂഹ്യ ബോധത്തിലെ നമ്പൂതിരിയുടെ പിന്നോക്കാവസ്ഥ മറ്റ് ജാതി വിഭാഗങ്ങൾ നമ്പൂരിമാരുടെ മുന്നിച്ചാടുന്നതിനിടയാക്കി. അപ്പോൾ പിന്നെ നിൽക്കുന്ന ജാതികൾ ചെന്ന് മുന്നിൽ കയറുന്നു. അപ്പോൾ ആലോചിക്കും, എന്തിപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പോഴാണ് സ്വന്തം പരിമിതികൾ ബോധ്യപ്പെടുക. അത് നായന്മാർക്കിടയിൽ, നമ്പൂരിമാർക്കിടയിൽ, ഈഴവന്മാർക്കിടയിൽ, ദളിതർക്കിടയിൽ ഒക്കെ തന്നെ സ്വന്തം സമുദായത്തിനകത്തേക്ക് നോക്കാൻ തുടങ്ങി.
ഈ പൊതുധാരയുടെ വേഗത വർദ്ധിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവനാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ നടന്ന ഈഴവ സമുദായത്തിനകത്ത് ഈഴവ സമുദായം മുൻകൈയെടുത്ത് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ അന്ന് വരുന്ന ഫ്യൂഡൽ ജാതി സമ്പ്രദായത്തിൻ്റെ നേരെ നടത്തിയ ഒരു കടന്നാക്രമണമായിട്ട് മാറി. അത് കൈകൊണ്ടും തോക്കുകൊണ്ടുള്ള കടന്നാക്രമണമല്ല, ദൈക്ഷണികമാണത്, സാംസ്കാരികമാണത്. അത് കേരളത്തെ മാറ്റി ചിന്തിപ്പിച്ചു. അപ്പോൾ എല്ലാ ജാതിക്കാരും ഒന്ന് ആലോചിക്കാൻ തുടങ്ങി. ഈ വഴി പോയാൽ എവിടെയും എത്തില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി. അപ്പോൾ എല്ലാ സമുദായത്തിനകത്തും നവീകരണം ഉണ്ടായി. ആ നവീകരണത്തിന് സമാന്തരമായ സാമൂഹ്യ നവീകരണം ഉണ്ടായി. അപ്പോൾ അന്നത്തെ ചെറുപ്പക്കാരൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കും. നിങ്ങൾ എത്ര ആവേശകരമായിരിക്കും ഇതൊക്കെ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ നല്ല ആവേശകരമായി ജീവിക്കുന്നവർ ധാരാളം ഉണ്ട്. എന്നാൽ കുറച്ചാൾക്കാരെങ്കിലും വെറുതെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൂ. ഇപ്പോൾ യൗവനം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൗവനം മറ്റൊരു കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാം, അച്ഛനും അമ്മേനെയും ഇവിടെ ഒഴിവാക്കിയിട്ട് എങ്ങനെ മറ്റേ ഇവിടേക്ക് പോകാമെന്ന് ചോദിക്കും. ഒരു കുട്ടിയുള്ളൂ. വൈകുന്നേരമായ വീട്ടിലെത്തിയാൽ പറഞ്ഞ് എനിക്ക് കാനഡയ്ക്ക് പോകണം. അമ്മ അങ്ങനെ അന്തം വിട്ടുകൊണ്ടിരിക്കുക. കൂട്ടിലങ്ങാടിക്ക് പോകണം എന്നുള്ള മാതിരിയാണ് കാനഡയ്ക്ക് പോകുന്ന പറഞ്ഞിട്ട്. കുട്ടികൾ പറയല്ലേ, ഏത് വീട്ടിൽ ചെന്നാലും എത്ര കുട്ടിയുണ്ട്? ഒരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടി എന്താണ്, അവൻ ആസ്ട്രേലിയയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കുകയാണ്. ആസ്ട്രേലിയയിലേക്ക് പോകണത് കേട്ടതൊന്നും അവിടെ നല്ല സുഖമാണത്. ഓസ്ട്രേലിയയിൽ ചെന്നാൽ ഭയങ്കര സുഖമാണെന്ന ആൾക്കാർ ചേരും. പലരും പോകുന്നുണ്ട്. നല്ല ഓമനിച്ച് വളർത്ത കുട്ടീനാണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അവൻ അവിടെ ചെന്നാൽ എന്താ ചെയ്യുന്നത്? വയസ്സന്മാരെ നോക്കല പടി. ഒന്നാമത്തെ ജോലി എന്താ? വയസ്സന്മാരെ നോക്കുക. വെറുതെ നോക്കല്ലോ കേട്ടോ. രാവിലെ വയസ്സൻ ടോയ്ലറ്റിലേക്ക് പോയില്ലെങ്കിൽ കൂട്ടി കൊണ്ടുപോകണം. എന്നിട്ട് കഴുകാൻ കഴിയില്ലെങ്കിൽ കഴുകി കൊടുക്കും വേണം. അതാണ് വയസ്സന്മാരെ ഒക്കെ പറഞ്ഞല്ലേ. അല്ലാതെ വയസ്സന്മാരെ വെറുതെ എങ്ങനെ നോക്കിയിരിക്കും ഒരു മാസം, അപ്പോൾ ആ ശമ്പളം കിട്ടും. അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ വയസ്സൻ്റെ കാര്യം കണ്ടില്ല. ഇദ്ദേഹത്തെ പോറ്റി വളർത്തിയ നമ്മളൊരു കുട്ടീനെ ഉണ്ടാക്കി പോറ്റി വളർത്തി കഴിഞ്ഞാൽ നമ്മളിന്ന് നോക്കണമെന്ന് വാശി പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത്. എന്നാലും നമ്മളെ നോക്കാൻ ഒരിക്കലും കഴിയാത്ത തരത്തിൽ മറ്റൊരു നാട്ടിൽ പോയി ഇത്തരം ഹസാഡസായ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പ്രയാസമുള്ള അവിടെ ആളെ കിട്ടാത്ത ജോലിയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യാം. അതായത് അവിടെ തൊഴിലവസരം ഉണ്ടോ? ഏറ്റവും വലിയ തൊഴിലില്ലായ്മയല്ലേ അവിടെ? ഏറ്റവും വലിയ തൊഴിലില്ലായ്മയല്ലേ? സമ്പദ്ഘടന ഒരു ചിത്രം എടുത്തു നോക്കുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. മികച്ച സമ്പദ്ഘടനയാണോ? കാനഡയിൽ അങ്ങനെയാണോ? യൂറോപ്പിൽ അങ്ങനെയാണോ? ഇംഗ്ലണ്ടിൽ അങ്ങനെയാണോ? ഏതെങ്കിലും ഒരു മുതലാളിത്ത രാജ്യത്തിന് ആ നിലയിൽ സമഗ്രമായൊരു വളർച്ചയോ മുന്നേറ്റമോ ഉണ്ടോ? തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നുണ്ടോ? അവിടുത്തെ പ്രതിസന്ധികളുടെ നടുവിലേക്കാണ് നമ്മളെ കുട്ടി പോകുന്നത്. അയാളതിൽ പോയി പെടുകയാണ് ചെയ്യുക. നമ്മളെ രാജ്യത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളിപ്പോൾ എളുപ്പവിദ്യ കാണുകയാണ്. ഒരു കാര്യം ചെയ്യില്ല, അവിടെ അമേരിക്കയ്ക്ക് പോയി രക്ഷപ്പെടില്ല. രണ്ടാമത്തെ ചോദ്യമാണ്. രക്ഷപ്പെടില്ല എന്ന് നന്നായിട്ട് അറിഞ്ഞ ഒരാളാണ് ഞാൻ. അപൂർവം ആൾക്കാരാണ് രക്ഷപ്പെടുക. നമ്മളെ കുട്ടിയെ നമ്മളിപ്പോൾ കാനഡയ്ക്ക് അയച്ചു. ഇനി അവനൊരു കുട്ടി ഉണ്ടാവില്ലേ? ആ കുട്ടീനെ അങ്ങോട്ട് അയക്കുക. ആ ചോദ്യം പ്രസക്തല്ലേ? എൻ്റെ കുട്ടിയെ ഞാൻ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അയച്ച് അവൻ അവിടെ പോയി തളിർത്തു. അവിടെ വരളുമ്പോൾ അവൻ്റെ കുട്ടിയെ ചന്ദ്രനിലേക്ക് അയക്കാൻ പറ്റുമോ? നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ വിഷയങ്ങളെ, സാമ്പത്തിക പരിമിതികളെ, അസമത്വത്തെ ഇല്ലാതാക്കുക, ഇവിടെ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക, അതിനാവശ്യമായ സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള പൊതുബോധ നിർമ്മിതിക്ക് പകരം എളുപ്പവിദ്യ അന്വേഷിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ജീവിക്കുകയാണ്. അവരൊന്നും കുറ്റം പറയാൻ വയ്യ. അവരിപ്പോൾ അങ്ങനെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നത്തെ തലമുറ അങ്ങനെ ആയിരുന്നില്ല. അവരൊരേ സമയം സ്വന്തം സമൂഹത്തിനകത്തെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിച്ചു. സമൂഹത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള മഹാസമര സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അവർ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് രക്ഷപ്പെടുക എന്നുള്ളതല്ല, ഒരുമിച്ച് രക്ഷപ്പെടുക എന്ന ശരി ഉത്തരം അവർ കണ്ടെത്തി. ആ തലമുറയിൽ കേരളത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന പേരാണ് സഖാവ് EMS നമ്പൂതിരിപ്പാട് എന്ന പേര്. അവിടെയാണ് എത്ര തീവ്രമായിരുന്നു അത്. ആ തിരിച്ചറിവിൻ്റെ കരുത്തെന്താ? ആ തിരിച്ചറിവിൻ്റെ കരുത്ത് ഒരു ഇടതുപക്ഷ പ്രവർത്തകന്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഏറ്റവും മുഖ്യമായ വാക്ക് സാക്രിഫൈസ് എന്നതാണ്. തനിക്കുള്ളത് വേണ്ടെന്ന് വെക്കുക. അങ്ങനെയാണ് EMSൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? കേരളത്തിലെ ഏറ്റവും നമ്മളിവിടെ നിൽക്കുന്നത് EMSൻ്റെ വീടിന് മുന്നിലാണ്. കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ പശ്ചാത്തലമുള്ള ഒരാളാണ്. 1 ഏക്കർ ഭൂമിയോ 10 ഏക്കർ ഭൂമിയോ അല്ല, ഒരു ഗ്രാമം തന്നെയല്ല, അനേകം ഗ്രാമങ്ങളുടെ ഉടമസ്ഥനാണ്.
അനേകായിരം ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥനാണ്. EMS കുറിച്ച് നമുക്ക് ഓർമ്മിച്ചെടുക്കാനുള്ള ഏറ്റവും അഭിമാനകരമായ കാര്യം, അങ്ങനെ അനേകായിരം ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന സഖാവ് EMS നിര്യാതനാകുമ്പോൾ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ കാല് വയ്ക്കാനുള്ള 2 ചുവട് മണ്ണ് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് EMSന്റെ ഏറ്റവും വലിയ മഹത്വം. ഭൂരഹിതനാണ് അദ്ദേഹം, വീടില്ല, വലിയ ജന്മി, ഒന്നുമില്ലാതെയാവുകയാണ്. എന്നാൽ പിന്നെ നമ്മളെ മക്കളെ നന്നായിട്ട് നോക്കുമല്ലോ നമ്മളൊക്കെ, അങ്ങനെയല്ലേ? നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത് എന്താ? മക്കളെ നന്നാക്കണം എന്നുള്ളതാണ്. EMSന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കളും അധ്വാനിച്ച് തിന്നണം എന്നുറപ്പാക്കിയ ഒരച്ഛനായിരുന്നു സഖാവ് EMS നമ്പൂതിരിപ്പാട് എന്നുള്ളത് തന്നെ. അധ്വാനമാണ് മഹത്വം, അധ്വാനിച്ച് ജീവിക്കണം. എൻ്റെ മക്കൾ അങ്ങനെ അധ്വാനിച്ച് ജീവിച്ചാൽ മതി, അങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്തത്. സാധാരണ മനുഷ്യനെ പോലെ, ഈ സമൂഹത്തിലെ ഒരു സാധാരണക്കാരനായ ഒരാളുടെ കുടുംബത്തിൽ ജനിച്ചതുപോലെ സാധാരണമായ ജീവിതം തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം നയിക്കുക എന്നുറപ്പാക്കിയ പിതാവായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയത് ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം EMS ആണ്. എത്ര പുസ്തകങ്ങളാണ് ചിലപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ ഇന്നും വാങ്ങിയിട്ടുണ്ടാവും കുറേ ആൾക്കാർ EMSന്റെ പുസ്തകം. അതിനൊക്കെ റോയൽറ്റി ഉണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ റോയൽറ്റി ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. കോടിക്കണക്കിന് ഉറുപ്പികയാണത് റോയൽറ്റി മാത്രമായിട്ട് കിട്ടുക. അദ്ദേഹം മരിച്ചാൽ ആ റോയൽറ്റി ആർക്കാണ് കിട്ടേണ്ടത്? അയാളുടെ മക്കൾക്കാണ്, അദ്ദേഹത്തിൻ്റെ മക്കൾക്കാണ്. അദ്ദേഹം വിൽപ്പത്രം എഴുതിയ പറഞ്ഞു, ഈ റോയൽറ്റിയിൽ 1 നയാ പൈസ എൻ്റെ മക്കൾക്കില്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനാണ് എന്ന് തൻ്റെ അവിടെ എഴുതി വെച്ചു. ഏറ്റവും ദൈക്ഷണികനായ മനുഷ്യനാണ് EMS. ആ ദൈക്ഷണികത വളരെ വലുതാകുമ്പോഴാണ് അങ്ങനെ ത്യജിക്കാനുള്ള പൊതുബോധം ഉണ്ടാവുക. എന്താ EMS അങ്ങനെ എഴുതി വെച്ചതെന്ന് പല ആൾക്കാരും ആലോചിക്കും. ഇത്ര കുട്ടികളോട് സ്നേഹമില്ലാത്ത ആളാണോ ഈ EMS? ചിന്തിച്ചൂടെ? അവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെ കാണുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൽപ്പന്നമാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ EMSന്റെ ദൈക്ഷണികത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നുണ്ടാവുന്നതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തിയതാണ്. ആ ദൈക്ഷണികതയുടെ ഭാഗമായിട്ടാണ് EMS എഴുതിയതെല്ലാം. അങ്ങനെ നോക്കിയാൽ ആ പുസ്തകങ്ങൾ എഴുതുന്നതൊക്കെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ആ ദൈക്ഷണിക വളർച്ചയുടെ ഉടമസ്ഥാവകാശം ആർക്കാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ വീക്ഷണത്തിലൂടെ തന്നെ കാര്യങ്ങളെ കണ്ട്, ഞാനിതെല്ലാം എൻ്റെ ദൈക്ഷണികമായ വളർച്ചയും ഔന്നത്യവും മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരനായി രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായി സാമൂഹ്യ വിഷയങ്ങളോടുള്ള സമഗ്രമായ അന്വേഷണത്തിലൂടെ തനിക്ക് ലഭ്യമായ വിജ്ഞാനത്തിൻ്റെ ഉടമസ്ഥാവകാശവും എൻ്റെ പാർട്ടിയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് EMS ആ തീരുമാനമെടുക്കുന്നത്. അത് ഔന്നത്യമുള്ള മനുഷ്യന് മാത്രം സാധിക്കുന്നതാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കുക? വളരെ ലളിതമായ വസ്ത്രം ധരിക്കുന്ന, ഒരാഡംബരവും ഇല്ലാത്ത മോട്ടോർ സൈക്കിളും കാറൊന്നും EMS വാങ്ങിയിട്ടില്ല കേട്ടോ, ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ പോവല്ലേ? അത് വെറുതെ പോവല്ല. വെറുതെ പോകുമ്പോൾ തന്നെ സമൂഹത്തിനോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് പോവുകയാണ്. ഓരോ ചുവടുവെപ്പിലും സാമൂഹ്യ തിന്മകളോട് തർക്കിക്കുക, ആ സാമൂഹ്യ തിന്മകളെ നിരാകരിക്കുക. ഒറ്റയ്ക്ക് നിരാകരിക്കുകയല്ല, ഒരുമിച്ച് നിരാകരിക്കുക. നാം ജീവിക്കുന്ന സമൂഹത്തെ പുതുക്കി പണിയുക. എന്തൊരു മനോഹരമായ ജീവിതമാണത്. EMS ജീവിച്ച സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ ജാതി ശ്രേണിയിലെ ഔന്നത്യമുള്ള നമ്പൂതിരിയോട് EMS പറഞ്ഞ എന്താ? നമ്പൂതിരിയാവാനല്ല, മനുഷ്യനാവൂ എന്നുള്ളതാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്മൾ ഈ കേരളം കേട്ടിട്ടുള്ള ഏറ്റവും മികച്ച പ്രസംഗം ഏതാ? കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പ്രസംഗം ഏതാ? എത്ര ആൾക്കാർ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്? എത്ര ആൾക്കാർ നമ്മൾ പ്രസംഗിക്കാൻ കൊണ്ടുവരുന്നുണ്ട്? എത്ര പ്രഭാഷകന്മാരെ നമ്മൾ കണ്ടു? ഇത്ര ഉൾക്കാഴ്ചയുള്ള കാലാതീതമായ ഒരു പ്രസംഗം നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടി EMS നടത്തി. EMSന്റെ ഒരുപാട് പ്രസംഗങ്ങൾ വളരെ ഉത്കൃഷ്ടമാണ്. നമ്മളെല്ലാം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരുപാട് വലിയ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ലോകത്തിൻ്റെ പല കോണിലും EMS നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. എന്തെല്ലാം തരം പ്രസംഗങ്ങളാണ്. വേദങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ EMSനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു കാലം വേദങ്ങൾ പഠിച്ച ഒരാളാണ്. ഡൽഹിയിൽ വേദങ്ങളെക്കുറിച്ച് ഒരാൾ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി EMSനെ വിളിച്ചു. അദ്ദേഹം അവിടെ പോയി. അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താണ്? ഞാൻ ആ വേദം പഠിച്ചത് വെറുതെ എന്നാണ്. വേറൊരാളെ ചെന്ന് പ്രസംഗിക്കുക, ഈ വേദം കൊള്ളാമെന്നാണ് പ്രസംഗിക്കുക. ആ പുസ്തകം എഴുതുമ്പോൾ EMSന് മടിയും കൂടാതെ എൻ്റെ ജീവിതം പോയി, ഇത് പഠിക്കാൻ പോയിട്ട് ഒരു ഉപകാരമില്ലാത്ത സാധനം കുറേ കൊല്ലം ഞാൻ പഠിച്ചു എന്നാണ്. അത്രയും സത്യസന്ധമായിട്ടാണ് EMS സംസാരിക്കുക. എത്ര പ്രഭാഷണങ്ങളാണ് ഇങ്ങനെയൊക്കെ, എത്ര തർക്കങ്ങളാണ്. അതിൽ ഏറ്റവും മഹത്തരമായ പ്രസംഗമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന. അവർ പറഞ്ഞു, പണിയെടുത്ത് ജീവിക്കൂ എന്ന് പറഞ്ഞു. ജന്മേറ്റ് പാട്ടറന്ന് ജീവിക്കണ്ട, പണിയെടുത്ത് ജീവിക്കാൻ പിടിക്കൂ. വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കൂ. നിങ്ങളെ കുട്ടികളെ അന്തഃപുരത്തിൽ അടച്ചിടാതിരിക്കൂ.
അതുവരെ കേൾക്കാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞത്? കാലത്തിന് അനുയോജ്യമായി ജീവിക്കാനല്ലേ ആഹ്വാനം ചെയ്തത്? എത്ര വിപ്ലവകരമായ സമീപനമാണ് അത്! സ്വന്തം സമുദായത്തിനകത്തുള്ള അനാചാരങ്ങൾ അതിൽ അവസാനിക്കില്ല. ഞാൻ എല്ലാ വിശദാംശങ്ങളെയും സമയക്കുറവുകൊണ്ട് പോകുന്നില്ല. നമ്പൂതിരി ഏറ്റവും ജാതി ശ്രേണിയിൽ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ നമ്പൂതിരി പെൺകുട്ടികളായിരുന്നു. 70-75 വയസ്സായ വയസ്സിനെ 16, 17, 18 വയസ്സായ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന പരിപാടി അവർക്ക്. എല്ലാ വീട്ടിലും വിധവകൾ നിറഞ്ഞു കിടക്കും. എന്തൊരു പ്രാകൃതമായ അടിച്ചമർത്തലിനാണ് നമ്പൂതിരി സമുദായത്തിലെ പെൺകുട്ടികൾ വിധേയമായത്. സ്വജാതീയ വിവാഹമില്ല. തറവാട്ടിലെ മൂത്ത കാരണവർ വെച്ച് ബാക്കി ആർക്കും സ്വജാതീയ വിവാഹമില്ല. പോയില്ലേ? ആരും കല്യാണം കഴിക്കും കുട്ടികളെ? ലോകത്തെവിടെയും കണ്ടിട്ടുണ്ട് സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇത്രയും ഭീകരമായൊരു സംഭവം? അതിലേക്കൊക്കെ വെളിച്ചം വീശിയവര് പൊളിച്ചെഴുതി. അവിടെ പൊളിച്ചെഴുതി നിർത്തിയില്ല, സമൂഹത്തെ പൊളിച്ചെഴുതാൻ പോയി. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് ആ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ഇപ്പോൾ അക്കമിട്ട് പറയുകയല്ല. പക്ഷെ ആ ചലനത്തിന്റെ വേഗത എങ്ങനെ വർദ്ധിച്ചത്? നവോത്ഥാനത്തിന്റെ ലക്ഷ്യം സമുദായങ്ങൾക്കകത്തുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉയർന്ന രൂപം അയിത്തം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ പ്രവർത്തനം, ജാതീയ അടിച്ചമർത്തലിനെതിരായ സമരം, ദേവാലയ പ്രവേശനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ച് നമ്മുടെ സമൂഹത്തിൽ ചൂഷണരഹിതമായ സാമൂഹ്യ വ്യവസ്ഥ രൂപീകരിക്കാൻ കഴിയുന്ന, അതിനുവേണ്ടിയുള്ള തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ കണ്ടെത്തി മനസ്സിലാക്കി ആ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ നന്മകളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വന്നു. ആ കാലത്തെ ചെറുപ്പക്കാരിലെ ഏറ്റവും വലിയ പോരാളികളും ത്യാഗധനന്മാരും പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റായി. സോഷ്യലിസം എന്ന ആശയത്തെ അവർ കണ്ടെത്തി. ലോകത്തെ ഏറ്റവും മികച്ച പ്രത്യയശാസ്ത്രവും ആശയവും സോഷ്യലിസം ഉണ്ടാക്കലാണ് എന്ന് തിരിച്ചറിവാണ്. പിന്നീട് അവരുടെ എല്ലാം പ്രവർത്തനം അതിലേക്ക് പോയി. ഈ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാനായി. അപ്പോൾ ജാതിബോധം ഇല്ലാതെ ആക്കലും സാമൂഹ്യമായ പരിമിതികൾ ഇല്ലാതാക്കലും എന്നതിനപ്പുറത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന, എല്ലാവർക്കും സാമൂഹ്യ തുല്യത ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന വലിയ പ്രവർത്തനം EMSന്റെ തലമുറയിലെ ഏറ്റവും മികച്ച ചെറുപ്പക്കാർ ഏറ്റെടുത്തു. ജയിലിൽ പോയവർ, ഭരണകൂടത്തോട് ഏറ്റുമുട്ടിയവർ, യൗവനത്തിന്റെ പ്രധാനപ്പെട്ട കാലം മുഴുവൻ ജയിലിൽ കിടന്ന കുറേ മനുഷ്യർ, അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. ഇവിടെ വളരെ ത്യാഗനിർഭരമായ ഒരു പ്രവർത്തനമാണത്. ഇന്ന് കാണുന്ന അംഗീകാരമൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലാത്ത കാലമാണ്. ആരും ഈ പാർട്ടി ഇല്ലാത്ത കാലം. 4 പേര് ചേർന്ന് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കണം. ആ 4 പേരിൽ ഒരാളാണ് EMS. പഞ്ചായത്തും പാർലമെന്റും അസംബ്ലിയും പിന്നെ സർവീസ് ബാങ്കും ഒന്നും കണക്കാക്കിയിട്ടല്ല, അത് വിപ്ലവം ലക്ഷ്യമിട്ടിട്ടാ. പിന്നീടുണ്ടായ കേരളത്തിന്റെ ഒരു മാറ്റം എന്താ? വളരെ വേഗത്തിൽ തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വളരെ വേഗത്തിൽ അധികാരത്തിൽ വന്നെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് 2 ദശാബ്ദം കഴിയുന്നതിന് മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വന്നു. വെറുതെ വരുമോ? ഞാൻ ആദ്യം സൂചിപ്പിച്ച വാചകം, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം കിടന്ന സാമ്പത്തികമായ അവസ്ഥയും സാമൂഹ്യ ബോധവും ഉണ്ടായിരുന്ന സമൂഹം ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഉണ്ടാക്കി. അതാണ് പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് 2 ദശാബ്ദം കൊണ്ട്. അത് വെറുതെ ഉണ്ടായതല്ല. മനുഷ്യന്റെ ദൈക്ഷണികമായ ചിന്തയിലേക്ക്, പൊതുബോധത്തിലേക്ക് ഏറ്റവും ശരിയായ പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും ലളിതമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഒരു മഹാമുന്നേറ്റമാണത്. ലോക ചരിത്രത്തിലെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന, സമാനതകളില്ലാത്ത ഒരു പോരാട്ട വീര്യം, ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം, അത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ നിർവഹിക്കേണ്ടായി. അത്യപൂർവമായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ള പഠനത്തിൽ ഇത്ര വേഗതയിൽ മാറ്റമുണ്ടാക്കിയത് കാണാൻ കഴിയും. എന്തൊരു വേഗതയിലാണ് അവർ മാറ്റിയത്! ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക മാത്രമല്ല, അധികാരം കിട്ടി 7 ദിവസം കൊണ്ട് അനേകായിരം വർഷമായി ഇവിടെ ഫ്യൂഡൽ ബന്ധം രൂപപ്പെടുത്തി നിർമ്മിച്ച, അതിൻ്റെ കരുത്തും അടിത്തറയുമായ ഭൂബന്ധങ്ങളിലെ സവർണാധിപത്യ നിർമ്മിതമായ ആ പ്രമാണിത്വത്തിൻ്റെ അടിത്തറ 7 ദിവസം കൊണ്ട് അതിൻ്റെ വേരോടെ പിഴുതെടുക്കുകയാണ് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത്. 1 ദശാബ്ദം കഴിഞ്ഞപ്പോഴാകട്ടെ
മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം പരിപൂർണമായി മാറ്റി എഴുതി. ഇപ്പോൾ ഇവിടെ ഭൂമിയില്ലാത്ത മനുഷ്യരില്ല, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരില്ല, ലോകത്തേക്ക് എവിടേക്കും പോകാൻ സന്നദ്ധരായി നിൽക്കുന്ന മനുഷ്യരുണ്ട്. അതിൻ്റെ അടിത്തറ എന്താ? 57-ലും 67-ലും EMSന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ 2 പരിഷ്കരണ നിയമങ്ങളാണ് ഭൂബന്ധങ്ങളെ മാറ്റിയ. മാറുകയല്ലേ ഒരു സമൂഹത്തെ, പുനർനിർമ്മിക്കല്ലേ? പുനർനിർമ്മിച്ചു. അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ കാര്യത്തിലും നമ്മുടെ ചിന്തയിൽ മാറ്റങ്ങളുണ്ടായി. മലയാളിയുടെ പൊതുബോധത്തിലുണ്ടായ മാറ്റം എത്ര വലുതാ! എങ്ങനെ ഒരു കാര്യത്തെ നോക്കിക്കാണണം എന്ന് സംബന്ധിച്ച് ശാസ്ത്രീയമായി നോക്കിക്കാണാൻ മലയാളിയെ പഠിപ്പിച്ചു EMS. ശാസ്ത്രീയമായി വേണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യം നടന്നാൽ ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ പോരുത്. ആ കാര്യം കാര്യകാരണസഹിതം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പഠിക്കണം. ആദ്യം കണ്ടതാണ് നേർക്കാഴ്ചയാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ പിന്നിലെന്ത് എന്ന് തിരിച്ചറിയാനാവണം. അങ്ങനെയാണ് EMS പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയെയും കേരളത്തെയും പിടിച്ചു കുലുക്കിയ ഏറ്റവും വലിയ കൊലപാതകമായിരുന്നു ആ മലപ്പുറത്തെ രാമസിംഹൻ കൊലപാതകം. കിളിയമ്മണ്ണിൽ ഉണ്ണീൻ മുതലാളിയെ കൊലപ്പെടുത്തി. അദ്ദേഹം ഹിന്ദുവായി പരിവർത്തനം ചെയ്തപ്പോൾ, മതം മാറിയപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്താണ്. ഡൽഹിയിൽ ഒരു മലപ്പുറത്തുകാരന് മാത്രമേ സ്മാരകമുള്ളൂ, അത് രാമസിംഹനാണ്. ഡൽഹിയിലെ ഹിന്ദു മഹാസഭയുടെ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിട സമുച്ചയത്തിൽ ഒരു ഹാളിന്റെ പേര് രാമസിംഹൻ ഹാൾ എന്നാണ്. ഞാൻ തന്നെ ഒരു 10-40 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ആ ഹോൾ കണ്ടപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് കുറച്ചു നേരം ആ ഹോളിൽ നിന്നു. നമ്മളൊരു നാട്ടുകാരൻ്റെ പേരിലൊരു ഹോളല്ലേ എന്നുള്ള നിലയ്ക്ക്. ഞാൻ ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളം നമ്മുടെ നാടൊക്കെ ചർച്ച ചെയ്തൊരു വലിയ വിഷയമാണത്. ഇപ്പോഴും RSSകാർ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. ഈയിടെ നോവലുകൾ ഞാൻ വായിക്കേണ്ടായി. ആ സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സവർക്കർ ഒരു നോവൽ എഴുതിയത്. ഈ പശ്ചാത്തലത്തിൽ 1921-ൻ്റെയും ഈ സംഭവപരങ്ങളുടെ പശ്ചാത്തലത്തിൽ സവർക്കറുടെ നോവലുണ്ട്. RSSന്റെ സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായ കേസരിയിൽ ഒരു നോവൽ പ്രകാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ അത് കിടക്കുന്നുണ്ട് പരന്ന്. പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതിന്. മതപരമായ വർഗീയതര വ്യാഖ്യാനങ്ങളാണ് അതിന് 90%, വേണമെങ്കിൽ 100%. എന്നാൽ ഒരു വ്യാഖ്യാനം മാത്രം തൊഴിലാളി വർഗ വ്യാഖ്യാനമുണ്ട്. അതായത് മാതൃഭൂമി വാരികയിൽ EMS എഴുതിയ ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന ലേഖനമാണത്. എത്ര മനോഹരമായാണ് വർഗപരമായ ഒരു കൊലപാതകത്തെ EMS വിശകലനം ചെയ്തതെന്ന് നമ്മളെ അമ്പരപ്പിക്കുന്ന ആഖ്യാന ശൈലി ഉണ്ട് അതിൽ. എന്തുകൊണ്ട് നമ്മൾ രാമസിംഹനെ കൊല ചെയ്താണ് നമ്മളെല്ലാവരും ആലോചിച്ചത്. EMS എന്താ ആലോചിച്ചത്? ഒരാൾ മതം മാറുന്ന നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇനിയിപ്പോൾ ജാതി പറഞ്ഞ മാതിരിയാകുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. മതം മാറും നമ്മുടെ നാട്ടിൽ. എത്രയോ ആൾക്കാർ മതം മാറുന്നു. എൻ്റെ അടുത്ത വീട്ടിൽ ഒരാൾ മതം മാറിയിരുന്നു. അപ്പോൾ അയാളുടെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു പട്ടി അധികാരനായിരുന്നു. അദ്ദേഹം മതം മാറി നമ്മുടെ നാട്ടിലെത്തി. മതം ഒരു മുസ്ലിം പേര് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. അപ്പോൾ 5-6 ദിവസമൊക്കെ അദ്ദേഹം മുസ്ലിമിൻ്റെ പേരും അങ്ങനെ നടന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് 2 പേരായി. എന്താ? ഒന്ന്, അദ്ദേഹം ഏത് മതത്തിൽ മതം മാറിയോ അതിലെ പേര് പ്ലസ് ഒരു മുഹമ്മദായി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? അദ്ദേഹത്തിന് ആ ജാതീയ ശ്രേണിയിൽ ഇപ്പോൾ അദ്ദേഹം ഒരു പിന്നോക്ക ജാതി പട്ടികജാതിക്കാരനാണ്. അപ്പോൾ പട്ടികജാതി പേരിൻ്റെ കൂടെ മുസ്ലിം പേര് കൂടി ചേർത്തിട്ട് നാട്ടിൽ വിളിക്കാം. അല്ല, അദ്ദേഹത്തിന് മുസ്ലിം പേര് മാത്രമായിട്ട് അവിടെ ഒന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ പേര് 2ആയി. അങ്ങനെയൊക്കെ അത് കിടക്കുക. പലമാതിരി കിടക്കുന്ന സാരാ. EMS എന്തായാലും നോക്കിയുണ്ട്. EMS പറഞ്ഞു, ഇപ്പോൾ അവരൊക്കെ മതം മാറുമ്പോൾ എങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. എന്നാൽ ഈ മതം മാറ്റത്തിൻ്റെ പ്രത്യേകത, മതം മാറിയ ആൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. ബാക്കിയുള്ളവർ മതം മാറിയ മാതിരിയല്ല. പണക്കാരൻ മതം മാറിയപ്പോൾ നമ്പൂരിയേറ്റാൻ പറ്റിയെന്ന. പണക്കാരൻ മതം മാറിയപ്പോൾ എന്താ സംഭവിച്ചത്? ഏറ്റവും വലിയ പണക്കാരൻ മതം മാറി, അദ്ദേഹത്തെ നമ്പൂരിയേറ്റെടുത്ത്. എന്നിട്ടോ അദ്ദേഹത്തിന് നമ്പൂതിരി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ക്ലാസ് വർഗപരമായിട്ട് എങ്ങനെയെന്നാണ് EMSയിൽ പരിശോധിച്ചത്. അതിസമ്പന്നൻ മതം മാറ്റിയാൽ അദ്ദേഹത്തെ നമ്പൂരിലേക്ക് എടുക്കുന്ന. വേറെ ഏതെങ്കിലും ഈഴവനെയോ നായരോ നമ്പൂരിയോ ഒക്കെ ഉണ്ടാ? ഇല്ലല്ലോ. ഒരു ഈഴവൻ വലിയ സമ്പന്നനായ നമ്പൂരി പോവോ? ഇല്ലല്ലോ. ഒരു നായർ വലിയ സമ്പന്നനായ നമ്പൂരി പോവോ? ഇല്ലല്ലോ. എന്നാൽ മറ്റൊരു സമുദായത്തിന് വലിയ സമ്പന്നം വന്നപ്പോൾ മതം മാറിയപ്പോൾ അദ്ദേഹത്തെ നമ്പൂരിയാക്കി ഇരിക്കുന്നു. അത് ഈ സമൂഹത്തോട് ആരാ പറഞ്ഞത്? EMS പറഞ്ഞേ. ഒരു വിഷയത്തെ എങ്ങനെ പരിശോധിക്കുക എന്നുള്ളതാണ് അതിന് വർഗപരമായ പരിശോധന. അത് എത്ര കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യത്തിൽ മാത്രമേ പറഞ്ഞു പോവാ. വിഷയങ്ങളെ, എല്ലാ വിഷയങ്ങളെയും അതിൻ്റെ സമഗ്രതയിൽ സൂക്ഷ്മാംശങ്ങളിലൂടെ പരിശോധിച്ച് അതിലെ സമ്പന്ന പക്ഷപാതിത്വത്തെ തുറന്നു കാണിച്ച് വർഗ സമരത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ രൂപപ്പെടുത്തുക പ്രധാനമാണത്. ഏത് സംഭവത്തെയും EMS ഇങ്ങനെ അതിനോട് പ്രതിപ്രവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിലുള്ള അനാചാരങ്ങളെക്കുറിച്ച് EMS തർക്കിച്ചുകൊണ്ടിരുന്നു.
വിവിധ മതവിഭാഗങ്ങളിലെ അനാചാരങ്ങളെയും EMS തർക്കിച്ചോളൂ. EMS ചെയ്യാം. എന്താ കാരണം? അദ്ദേഹം സ്വന്തം സ്ഥലത്ത് പരിവർത്തനം നടത്തിയാളാണ്. സ്വന്തം വീട്ടിലെ വിപ്ലവം പൂർത്തീകരിച്ചതിന് ശേഷമാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ ആ വിപ്ലവം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാതിരുന്നത്. ഈ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശവസംസ്കാരം നടക്കുമ്പോൾ അകലെ നിന്നുകൊണ്ട് അമ്മയുടെ ശവസംസ്കാര ചടങ്ങ് കാണേണ്ടി വന്ന ജാതിഭ്രഷ്ടനാക്കപ്പെട്ട ആളായിരുന്നു EMS. പക്ഷേ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഭ്രഷ്ടനാക്കിയ EMS ഈ നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന മഹാനായി മാറി എന്നുള്ളതാണ് ചരിത്രം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമൂഹത്തിന് വേണ്ടി ജീവിക്കുക, സമൂഹത്തിലെ ഏറ്റവും താഴ്ത്തപ്പെട്ട മനുഷ്യന്റെ വികാരത്തെ ഉൾക്കൊള്ളുക, അവന് വേണ്ടി നിരന്തരം സംസാരിക്കുക, അവന് വേണ്ടി സംസാരിക്കുക മാത്രമല്ല അവന്റെ പൊതുബോധത്തെ വളർത്തിയെടുക്കുക, എന്നൊരു സമൂഹത്തെയാകെ മാറ്റുക. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തെ EMS ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ നോക്കി കാണുക? ഓരോ സന്ദർഭത്തിനും ഓരോന്നിനെയും EMS ആ നിലയിൽ തന്നെ വിമർശനപരമായി പരിശോധിക്കും. എല്ലാ വർഗീയതയും അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന പ്രത്യയശാസ്ത്രങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യ കണ്ട ദീക്ഷണാശാലികളോട് തർക്കിച്ചിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും ദീക്ഷണാശാലിയായ ജനകീയനായ മനുഷ്യന്മാരിലൊരാൾ, ജനകീയനായ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ്. രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിതാവിനോട് EMS തർക്കിക്കുന്നുണ്ട്, പുസ്തകം എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ വിമർശിച്ചുകൊണ്ട്. EMSന്റെ ഏറ്റവും നല്ല പുസ്തകങ്ങളിലൊന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. അതിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ലോകമാന്യ തിലകനെയും മഹാത്മാഗാന്ധിയെയും പരസ്പരം വിശകലനം ചെയ്തുകൊണ്ടുള്ള EMSന്റെ വിശകലനമാണ്. എത്ര മനോഹരമാണത്! ദൈക്ഷണികതയും പ്രായോഗികതയും തമ്മിലുള്ള സംഘർഷാത്മകമായ പരിശോധനയുടെ ഒരു വിലയിരുത്തലാണ് നമ്മുടെ ലോകമാന്യ തിലകനെയും ഗാന്ധിയെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള EMS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. EMSന് മാത്രമേ കഴിയൂ അങ്ങനെ ചെയ്യാൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. എത്ര മനോഹരമായാണ് ആ സ്വാതന്ത്ര്യ സമരകാലത്തിലെ വിവിധ സന്ദർഭങ്ങളെ, മുഹൂർത്തങ്ങളെ ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായില്ല. അപ്പൊ രചനകളിൽ EMSനെ കുറിച്ച്, ഗാന്ധിയെ, നെഹ്റുവിനെ, അദ്ദേഹത്തെ ആ കാലത്ത് ജീവിച്ച ഏറ്റവും സ്വീകാര്യതയുള്ള മനുഷ്യരെയാണ് വർഗ വിശകലനത്തിലൂടെ EMS അവരോട് തർക്കിച്ചു. ഇന്ദിരാഗാന്ധിയോട് തർക്കിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളിൽ ഒരാളായ ജയപ്രകാശ് നാരായണനോട് EMS തർക്കിച്ചു. EMSും ജയപ്രകാശും എന്ന് പറഞ്ഞാൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ അന്നത്തെ ചെറുപ്പക്കാരിലെ ഇടതുപക്ഷ മുഖങ്ങളാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതിന്റെ സെക്രട്ടറിയാണ് ജയപ്രകാശ്, അതിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് EMS. ആ കാലത്ത് EMS ജയപ്രകാശിനെ കോട്ടക്കൽ ആരോഗ്യശാലയിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ പാർട്ടി ഉണ്ടായി, RSSനോട് സന്ധി ചെയ്യാൻ ജയപ്രകാശ് തയ്യാറായപ്പോൾ ആ ജയപ്രകാശിനോട് ഏറ്റവും വലിയ തർക്കം നടത്തിയത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. EMS പറഞ്ഞു, നിങ്ങൾ സോഷ്യലിസ്റ്റുകാർ ഇപ്പോൾ ഒരു പാർട്ടിയായി ജനതാ പാർട്ടിയിലേക്ക് പോയി RSSും കൂടിയുള്ള ഒരു കൂട്ടുമുന്നണിയിൽ പങ്കുചേരുമ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ഉണ്ടാവില്ല എന്ന് ആ സോഷ്യലിസ്റ്റുകാരെ EMS ഓർമ്മിപ്പിച്ചു. നമ്മളെയൊക്കെ വിളിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ്, നമുക്കൊരു പാർട്ടി വന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരു പാർട്ടി അടിയന്തരാവസ്ഥ ഉണ്ടാക്കി കോൺഗ്രസിലേക്ക് തോൽപ്പിക്കാം. EMS പറഞ്ഞു, ഞങ്ങളില്ല, പോയാൽ നിങ്ങളുടെ ഗതി ഇതാ. എത്ര കരുത്തുള്ള ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു നമ്മുടെ നാട്ടിൽ, അതിപ്പോൾ എവിടെ പോയി? ആ നേതൃനിരയായ ആകെ RSSലെത്തി, BJPയിലെത്തി. അവരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒന്നൊന്നായിട്ട് RSS കീഴ്പ്പെടുത്തിയത്. ആ അപകടത്തെ തിരിച്ചറിഞ്ഞത്, അതിന് തിരിച്ചറിയാൻ സാധിച്ച ഇന്ത്യയിലെ ദേശീയ നേതാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു. വളരെ സമഗ്രമായ താർക്കിക വിഷയങ്ങളിൽ, സങ്കീർണമായ വിഷയങ്ങളിൽ ശരി ഉത്തരങ്ങൾ കണ്ടെത്താൻ EMS നടത്തിയ പരിശ്രമങ്ങളും അതിലൂടെ രൂപപ്പെട്ട സംഭവങ്ങളും നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ, ഞാനത് ഈ ഒരു പ്രസംഗത്തിൽ മുഴുവൻ അങ്ങ് പറഞ്ഞു തീർക്കാനാവില്ലല്ലോ നമുക്ക്.